സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് CAC ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് അനുകൂലിയുമായ ഹക്കീം ഫൈസി ആദിശ്ശേരി. CACയുമായി സമസ്ത നേതാക്കൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും മധ്യസ്ഥരാണ് എത്തിയിരുന്നതെന്നും ഹക്കീം ഫൈസി പറഞ്ഞു. കാര്യം നടക്കാനാണെങ്കിൽ ഇപ്പോൾ മീഡിയയോട് പറയണ്ടല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ രണ്ടാളുകളാണ് അല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെയാണ് അവരെ കാര്യത്തിൽ നടപടി എടുക്കണമെന്ന് മുഷാവറിന് തത്വമുണ്ട്. അതന്നെയാണ് പ്രശ്നം. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞ് വാങ്ങിച്ച് അതൊരു പൊതു ആവശ്യമാണല്ലോ, ഒരു മീഡിയ കേസ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഇനിയിപ്പോ കുറച്ച് സമയം ഇപ്പോ ഈയിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ചിലതൊക്കെ പരിഗണിക്കും കേൾക്കും എന്നൊക്കെയാണ്. കാരണം ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ? അശുദ്ധിയല്ലേ അവിടെ നടന്നത്? അത് നിങ്ങൾ മീഡിയ ലോകം കണ്ടിട്ടില്ലേ? അപ്പൊ അശുദ്ധി നടന്നല്ലോ, ശുദ്ധീകരിക്കണം. സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാനാകാത്തതാണെന്നും ഹക്കീം ഫൈസി ആദിർശ്ശേരി മലപ്പുറത്ത് പറഞ്ഞു. സമസ്ത മുഷാവറ അംഗം സലാം ബാക്കഫിക്കും അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശ്ശേരി മറുപടി നൽകി. എല്ലാ തീവ്രവാദ നിലപാടുകൾക്കും എതിരായ വ്യക്തിയാണ് താനെന്നും സലാം ബാക്കഫി നടത്തുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഹക്കീം ഫൈസി ആദിർശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ നിലപാടുകളെക്കുറിച്ച് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മതി. ഇത്തരം വിവാദങ്ങൾ ഒക്കെ അവസാനിപ്പിക്കണം. ഓരോ മുസ്ലിമിനും തീവ്രവാദിയാകാൻ കഴിയില്ല. ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉമർ ഫൈസിയും മറ്റൊരു വ്യക്തിയുമാണെന്നും ഹക്കീം ഫൈസി പറഞ്ഞു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.